ഹായ് ഫ്രണ്ട്സ്, ഇന്നത്തെ വിഭവം എന്നുള്ളത് നമ്മുടെ കപ്പ പാൽക്കപ്പയാണ്. ഇതിൻ്റെ അകത്തൊരു സാമാന്യം വലുപ്പമുള്ള ഒരു കപ്പയാണ് ഇതിൻ്റെ എടുത്തിട്ടുള്ളൂ. ഒരുപാടൊന്നും ഇതിൻ്റെ അകത്ത് ആക്കുന്നില്ല. അപ്പോൾ നമുക്കിതെങ്ങനെ ഉണ്ടാക്കുന്നത് നോക്കാം. ഇതിൽ നല്ല വൃത്തിയിൽ കഴുകി വൃത്തിയാക്കിയ കപ്പയാണ്. കഴുകി വൃത്തിയാക്കിയെന്ന് മാത്രമല്ല, നമ്മളിത് വെള്ളത്തിൽ കുറച്ച് നേരം മുറിച്ചിട്ട് വെക്കുകയും കൂടെ ചെയ്തിട്ടുണ്ട്. അപ്പോൾ അതായത് കപ്പേൻ്റെ അകത്ത് ഒരുതരം വിഷാംശങ്ങളുണ്ടാവുമല്ലോ, അത് പോകാൻ വേണ്ടിയിട്ടാണ്. പിന്നെ എൻ്റെ അല്പം മഞ്ഞപ്പൊടി ഇട്ട് കൊടുക്കുന്നുണ്ട്. എന്നാലേ ഇത് തിന്നാനൊരു സാറ്റിസ്ഫാക്ഷൻ ഉള്ളൂ. ശരിക്കും പറഞ്ഞാൽ പാൽക്കപ്പ വെക്കുമ്പോൾ മഞ്ഞപ്പൊടി ഇടണമെന്നില്ല, എന്നാലൊരു രുചി വ്യത്യാസമില്ല. നല്ല ടേസ്റ്റുള്ള കപ്പയാണ്. അപ്പോൾ നമുക്ക് ഈ ഒരു ഡിഷ് എങ്ങനെയാണ് ഉണ്ടാക്കുന്നതെന്ന് നോക്കാം. പിന്നെ ഇത് വേവിക്കാൻ വെക്കുകയാണ്. ഒരു 15-20 മിനിറ്റ് നേരം വേവിക്കണം. അതിന് ശേഷമാണ് നമ്മൾ ഈ ഒരു സംഭവം, അതായത് ഉള്ളി വേണം, പച്ചമുളക്, അതുപോലെ ചെറിയ ഉള്ളിയുണ്ട്, അതായത് വെളുത്തുള്ളി എടുക്കുന്നുണ്ട്, കറിവേപ്പിലയുണ്ട്, ഒരു ചെറിയൊരു ഇഞ്ചിയും കൂടി ഉണ്ട്. ഇനി നമ്മൾ ചതച്ചെടുക്കുകയാണ്. നല്ല രീതിക്ക് അരഞ്ഞ് വരണമെന്നില്ല, ചെറിയ രീതിയിൽ ചതച്ചെടുക്കാം. അപ്പോൾ ആ ഒരു സമയം കൊണ്ട് കപ്പ ഏതാണ്ട് ഒന്ന് റെഡി ആയി വരുമല്ലോ. ഒരു 20 മിനിറ്റ് എന്തായാലും വെക്കണം. അപ്പം അതിന് ശേഷമാണ് നമ്മൾ ഈ കപ്പ വെള്ളം ഊറ്റിക്കളയാണ്. ഇനി നമ്മളിന്ന് ചെറിയ രീതിയിൽ ഉടച്ചെടുക്കുമ്പം അതിന് കുറച്ചും കൂടി ഒരു ടേസ്റ്റ് കൂടും കേട്ടോ. ഇതൊരു ചെറിയ തീയിൽ അടുപ്പത്ത് തന്നെയാണ് വെച്ചിരിക്കുന്നത്. ഇനി ഇതിൻ്റെ അകത്തേക്ക് നമ്മൾ ചെറുങ്ങനെ ചതച്ചെടുത്ത ഈ വസ്തുക്കളെല്ലാം കൂടി ഇതിൻ്റെ അകത്തേക്ക് ആഡ് ചെയ്തെടുക്കലാണ്. ഇത് ചതച്ചെടുക്കുമ്പോൾ അതിന് കുറച്ചും കൂടെ ഒരു ഭംഗിയുണ്ടാവും. അധികം നന്നായി അരയണമെന്നില്ല. അതുപോലെ കപ്പ നമ്മൾ ചെറുങ്ങനെ ഒന്ന് ചെറിയൊരു പൊടി പോലെ ആക്കി വെക്കുമ്പോൾ അത് കുറച്ചും കൂടെ ടേസ്റ്റ് കൂടും. അതൊരു ചെറിയൊരു എണ്ണയിൽ ഒന്ന് വാട്ടിയെടുക്കുന്നതാണ്. ഇത് അല്പം നമ്മൾ എന്തെങ്കിലും ഇടിക്കുന്ന സാധനം വെച്ച് ചെറുങ്ങനെ ചതച്ച് ആ കപ്പേനെ ഒന്ന് ഉടച്ചെടുക്കുന്നതാണ്. അതിന് ശേഷമാണ് ഈ തേങ്ങാപ്പാൽ, ഒരു അരമുറി തേങ്ങേൻ്റെ പാലാണിത്. അപ്പോൾ ഈ ഒരു പാല് ഇതിൻ്റെ അകത്തേക്ക് അരച്ചടിച്ച് ചേർത്ത് കൊടുക്കുന്നതാണ്. ഇതെല്ലാം കൂടി ഒന്ന് മിക്സായി വരുന്നവരെ ഒരല്പം വേവിച്ചെടുക്കാം. ഇതൊരല്പം കുറുകി വരുന്നുണ്ട്. അപ്പോൾ ഒന്ന് ആറി വരുമ്പോൾ നന്നായി കുറുകും. ഇനി ഇതിനകത്തേക്ക് നമ്മൾ വറവ് വയ്ക്കുകയാണ്. അപ്പോൾ വറവ് ഇടുന്നത് ഇതുപോലെ തന്നെ ഉള്ളിയാണ്. ഉള്ളി വേണം, കടുക് വേണം, അതുപോലെ കറിവേപ്പില, ഇതൊക്കെ ചേർത്ത് ഇതിനകത്തേക്ക് ചെറിയൊരു വറവ് കഴിച്ച് വെക്കുകയാണ്. അപ്പോൾ മഞ്ഞൾപ്പൊടി ഇടുന്നതുകൊണ്ടാണ് മഞ്ഞ കളർ വരുന്നത്. പക്ഷേ ടേസ്റ്റ് നല്ല സൂപ്പർ ടേസ്റ്റാണ്. അതുണ്ടാക്കി നമുക്കൊന്ന് കഴിച്ച് നോക്കാം. കപ്പയല്ലേ, കപ്പ എന്ന് പറഞ്ഞാൽ വിഷാംശം അല്പമുള്ള സാധനമാണ്. അപ്പോൾ അല്പം മഞ്ഞൾപ്പൊടിയിലിട്ട് വെക്കുകയോ മഞ്ഞൾപ്പൊടി ഇട്ട് കഴുകുകയൊക്കെ ചെയ്യുന്നത് നമ്മുടെ ഹെൽത്തിന് നല്ലതാണ്. അപ്പോൾ കുറച്ച് നമ്മൾ ഭക്ഷണം വെക്കുമ്പം ഹെൽത്തും കൂടെ ചിന്തിക്കണമല്ലോ, അങ്ങനെയാണ്. അപ്പോൾ ചാനൽ ആദ്യമായി കാണുന്നവരാണെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യാം.